പൗരന്മാരുടെ സൈബർ സുരക്ഷ എന്ന അവകാശവാദവുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായി തന്നെ ഈ ഒരു ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. രാജ്യത്തെ പൗരന്മാർക്കെതിരായ ചാരപ്രവൃത്തി എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ പ്രീ ഇൻസ്റ്റാളേഷൻ നിർബന്ധമാക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു. സഞ്ചാർ സാഥിയുടെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യത കണക്കിലെടുത്താണ് പ്രീ ഇൻസ്റ്റാളേഷൻ നിർബന്ധമാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ ഫോൺ നിർമ്മാതാക്കൾ അടക്കം നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്മാറ്റമെന്നാണ് പരക്കെയുള്ള വിലയിരുത്തൽ. സൈബർ തട്ടിപ്പ് സംഭവങ്ങൾ വ്യാപകമായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സൈബർ സുരക്ഷ ഉറപ്പാക്കുക എന്ന അവകാശവാദവുമായി കേന്ദ്ര സർക്കാർ ജനുവരിയിൽ സഞ്ചാർ സാഥി ആപ്ലിക്കേഷന് രൂപം നൽകിയത്. ഇത്രയും കാലം സഞ്ചാർ സാഥിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച ഒരു ഉത്തരവിറക്കി. രാജ്യത്തെ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്ന എല്ലാവിധ സ്മാർട്ട് ഫോണുകളിലും 90 ദിവസത്തിനകം ഉപയോക്താവിന് ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം സഞ്ചാർ സാഥി പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്നായിരുന്നു ഉത്തരവ്. ഇതോടെ ഇത് പൗരന്മാരുടെ സ്വകാര്യത ലംഘിക്കുമെന്നും പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള ഡിജിറ്റൽ മാസ് സർവൈലൻസ് ടൂളാണ് ഇതെന്ന വിമർശനവും ഉയർന്നു. എന്നാൽ ആപ്പിലെ ഉപയോക്താക്കളെ സംരക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊരു പ്രവർത്തനവും ഇല്ല എന്നും അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ആപ്പ് നീക്കം ചെയ്യാൻ കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. എന്നാൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷനിൽ ഒരു മാറ്റവും സാധ്യമല്ല എന്നതാണ് വസ്തുത. പ്രതിദിനം 2000 തട്ടിപ്പ് സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാർ സാഥി ആപ്പിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. ആപ്പ് രൂപകൽപ്പന ചെയ്തതു മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 1.4 കോടി ഉപയോക്താക്കൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതായാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. സർക്കാർ ഉത്തരവ് വന്ന ഒരു ദിവസത്തിനുള്ളിൽ തന്നെ 6 ലക്ഷം പേർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സഞ്ചാർ സാഥിയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്ത് മൊബൈൽ നിർമ്മാതാക്കൾക്ക് പ്രീ ഇൻസ്റ്റാളേഷൻ നിർബന്ധമാക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. സഞ്ചാർ സാഥി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പണ്ട് പൗരപ്രമുഖരെ നിരീക്ഷിച്ചതിന് തുല്യമാണ് സഞ്ചാർ സാഥി എന്നായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. ഒരു ജനസേവന ഉപാധി എന്നതിനപ്പുറം പൗരന്മാർക്കുമേൽ കേന്ദ്രം നിർബന്ധമാക്കി അടിച്ചേൽപ്പിക്കുന്ന നോൺ ഡിലീറ്റബിൾ അഥവാ നീക്കം ചെയ്യാൻ സാധിക്കാത്ത ഡിജിറ്റൽ മാസ് സർവൈലൻസ് ടൂളാണ് ഇതെന്ന് കാര്യകാരണ സഹിതം ഈ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിൽ സൂചിപ്പിച്ചത് പ്രകാരമാണ് എങ്കിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പ് ഒരു സാധാരണ ഉപയോക്താവിന് ഡിലീറ്റ് ചെയ്യാനോ നീക്കം ചെയ്യാനോ സാധിക്കില്ല എന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആപ്പ് ഡിസേബിൾ ചെയ്യാനോ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനോ ഉള്ള അവകാശം ഉപയോക്താവിന് ഇല്ല എന്നത് തന്നെയായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ന്യൂനത. പണ്ട് പെഗാസസ് ഉപയോഗിച്ച് ചാരവൃത്തി നടത്തിയതുപോലെ ഇതും പെഗാസസിന്റെ രണ്ടാം വരവ് എന്നാണ് പ്രതിപക്ഷം വിമർശിച്ചിരുന്നത്. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും ടെലികോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് സഞ്ചാർ സാഥി എന്ന പേരിൽ കേന്ദ്രീകൃത സംരംഭം രൂപകൽപ്പന ചെയ്തിരുന്നത്. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനും അടക്കമുള്ള സേവനങ്ങൾ സഞ്ചാർ സാഥിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ വാദിച്ചു. ഒരു ഫോൺ വാങ്ങുന്നതിന് മുൻപ് അതിന്റെ IMEI തടഞ്ഞതോ കരിമ്പട്ടികയിൽ പെടുത്തിയതോ ആണോ എന്ന് പരിശോധിക്കാനും സഞ്ചാർ സാഥി ഉപയോക്താക്കളെ സഹായിക്കുമെന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ വാദം. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി ഹാൻഡ്സെറ്റ് യഥാർത്ഥമാണോ എന്ന് IMEI നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിക്കും. സംശയാസ്പദമായ തട്ടിപ്പ് കോളുകളോ സന്ദേശങ്ങളോ റിപ്പോർട്ട് ചെയ്യാം. നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഫോണുകൾ റിപ്പോർട്ട് ചെയ്യാനും ഒരു ഉപയോക്താവിന് തൻ്റെ പേരിൽ നൽകിയിട്ടുള്ള എല്ലാ മൊബൈൽ കണക്ഷനുകളും പരിശോധിക്കാനും സഹായകമാണ് സഞ്ചാർ സാഥി. എന്നാൽ പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാനും അവരെ ബിഗ് ബോസിനെ പോലെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള നീക്കമാണ് സഞ്ചാർ സാഥി പ്രീ ഇൻസ്റ്റാളേഷൻ എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സൈബർ സുരക്ഷാ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയായിരുന്നു. സിസ്റ്റം ആപ്ലിക്കേഷൻ ആകുന്ന ഒരു ആപ്പിനെ ഒരിക്കലും ഉപയോക്താവിന് നിയന്ത്രിക്കാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇതോടെ ഉപയോക്താവിന്റെ പ്രത്യേക അനുമതിയില്ലാതെ തന്നെ പല നിർണായക പെർമിഷനുകളും അതിന് സ്വമേധയാ ലഭിക്കുകയും സർക്കാർ സ്പോൺസേഡ് ചാരവൃത്തി ആപ്ലിക്കേഷനായി ഇത് മാറുകയും ചെയ്യും. എന്നുവെച്ചാൽ ഉപയോക്താവ് അറിയാതെ തന്നെ ഒരു അപ്ഡേറ്റിലും പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനും സാധിക്കും. ഇതാണ് പൗരന്മാരെ നിരീക്ഷിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ചാരപ്രവർത്തിക്കുള്ള ടൂൾ എന്ന് ഇതിനെ വിശേഷിപ്പിക്കപ്പെട്ടത്. പുതിയ ഫോണുകളിൽ മാത്രമല്ല നിലവിലുള്ള
അല്ലെങ്കിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഫോണുകളിലും അപ്ഡേറ്റായി സഞ്ചാർ സാഥി ആപ്പ് എത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു നേരത്തെയുള്ള ഉത്തരവ്. വ്യാജമായതോ തട്ടിപ്പിൽ ഉൾപ്പെട്ടതോ ആയ IMEI നമ്പറുള്ള ഫോണല്ല ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇത്. ഇന്ത്യയിൽ നിർമ്മിച്ചതോ ഇറക്കുമതി ചെയ്തതോ ആയ ഫോണുകൾക്ക് നിർദ്ദേശം ബാധകമാണ്. പുതിയ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്പ് ലഭ്യമാകുന്ന തരത്തിലായിരിക്കണം ക്രമീകരണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. അവശ്യ സേവനം എന്നതിനപ്പുറത്തേക്ക് ഉപയോക്താവിൻ്റെ സ്വകാര്യ ജീവിതം പോലും പകർത്താൻ സാധിക്കുന്ന കോഡ് പെർമിഷനുകളാണ് ആപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് സൈബർ സുരക്ഷാ രംഗത്തെ വിദഗ്ധർ കണ്ടെത്തി. SMS കോഡിംഗ് ഡെലിവറി ഉറപ്പാക്കാനാണ് എന്ന് വാദിക്കുമ്പോഴും അയച്ച മെസ്സേജിൻ്റെ പൂർണ്ണ രൂപം വായിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ഇത്. ഫോൺ നമ്പറുകളും ഫേസ്ബുക്ക് ഡാറ്റയും അടക്കം ഭരണകൂടത്തിന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ആപ്പിൻ്റെ രൂപീകരണം. ചുരുക്കത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ കൃത്യമായ ലംഘനമായിരുന്നു ആപ്പ് എന്ന് നിസ്സംശയം പറയാം.